ഹറാമിലേക്കുള്ള നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാണ്. കാതുകൾ കേൾക്കുന്നുണ്ട്, കാതുകൾ കേൾക്കുന്നത് കാതിന്റെ വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാതുകൾ വ്യഭിചാരത്തെ സംബന്ധിച്ച് കേൾക്കുന്നത്, ഏതൊരുവെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് വർണ്ണിക്കുന്നത് കേൾക്കുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ലാവണ്യം വിശദീകരിക്കപ്പെടുന്നത് കേൾക്കുന്നത് കാതുകൾ ചെയ്യുന്ന വ്യഭിചാരമാണെന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽയദാൻ, മനുഷ്യന്റെ കരങ്ങളും വ്യഭിചരിക്കുന്നുണ്ട്. വസിനാഹുമൽ ബത്ഷു, തൊടൽ, സ്പർശിക്കൽ. കടയിലേക്ക് പണ്ട് വന്നപ്പോ ആ കൈ അങ്ങോട്ട് നീട്ടാണ്, അസ്സലാമു അലൈക്കും, എന്താ വേണ്ടത്? ആരാണ് ഈ ചെയ്തത്? പച്ചയായ മുസ്ലിം ചെറുപ്പക്കാരൻ. ആർക്ക്? ഏതോ ഒരു കസ്റ്റമർ. അവന്റെ മഹ്റമല്ല, ഹറാമല്ലേ? സലാം പറഞ്ഞ കയ്യൊക്കെ പിടിക്കും. എങ്ങനെ ഇതൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? ജിന കൈ ചെയ്യുന്ന ജിനയാണത്. സ്പർശം കൈ ചെയ്യുന്ന ജിനയാണ്. ഒരു സാധനം കൊടുക്കുമ്പോഴോ വാങ്ങുമ്പോഴോ അങ്ങനെ ഒരു അവസ്ഥ വേണ്ടി വന്നാൽ, ഒരു ഡോക്ടറുടെ വിഷയത്തിലൊക്കെ പ്രത്യേകിച്ചും, ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് തൊടുന്നത്, അവന്റെ മഹ്റമല്ലാത്തൊരു പെണ്ണിനെ തൊലി തമ്മിൽ ചേരുന്നത് കൈ ചെയ്യുന്ന ജിനയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വജിലാനി, മനുഷ്യന്റെ കാലുകൾ വ്യഭിചരിക്കുന്നുണ്ട്. അത് ഹറാമായ വിഷയങ്ങൾ നടക്കുന്നിടത്തേക്കുള്ള നടത്തമാണ്. ഹറാമ് കാണപ്പെടുന്നിടത്തേക്കുള്ള നടത്തമാണ്. ഹറാമിന്റെ പ്രദേശങ്ങളിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ്. അതൊക്കെ കാലുകൾ ചെയ്യുന്ന ജിനയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വന്നാൽ വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു. ഇങ്ങനെയൊക്കെ കേട്ടു, കുറെ കണ്ടു, ആലോചിച്ചു, തൊട്ടു, കാലുകൊണ്ട് നടന്നുപോയി. ഇനി നടക്കേണ്ടത് അല്ലാഹു തആല പവിത്രമാക്കി വെച്ച മനുഷ്യന്റെ സ്വകാര്യതകളെ പിച്ചിച്ചീന്തലാണ്. അങ്ങനത്തെ ഒരു വിഷയത്തിൽ വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു. പിന്നെ അവിടെ മനുഷ്യന്റെ ഫർജ് ഒരുപക്ഷേ തന്റെ കൈയും കാലും കണ്ണൊക്കെ തന്നോട് പറഞ്ഞത്, എന്നാൽ അതുപോലെ അങ്ങ് പ്രവർത്തിക്കാം എന്ന് മനുഷ്യന്റെ ഫർജ് അതിനെ സത്യമാക്കിയാൽ വ്യഭിചാരം സംഭവിച്ചു. ഔ യുകദ്ദിബുഹു, അല്ലെങ്കിൽ വേണ്ട, പാടില്ലല്ലോ, ഞാൻ കേട്ടു അല്ലെ കണ്ടുപോയി, പക്ഷെ പാടില്ലല്ലോ, അവന്റെ ഫർജ് അതിനെ കളവാക്കി. ഫർജ് കൊണ്ടുള്ള വ്യഭിചാരം നടന്നില്ല, പക്ഷെ ബാക്കിയുള്ളതൊക്കെ നടന്നു. ഹവ്വഹു മിനസ് സിന, ഇതും വ്യഭിചാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഏത് സംഗതിയും ആകത്തുക മനുഷ്യനെ മൃഗം പോലെ ജീവിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കേണ്ടവനാണ്. ഇവിടെ ആണും പെണ്ണൊന്നും വേണ്ട, ഇവിടെ ഉമ്മയും പെങ്ങളൊന്നും വ്യത്യാസമില്ല. അങ്ങനെ മനുഷ്യനെ കൊണ്ട് തോന്നിവാസം ചെയ്യിപ്പിക്കുന്ന ഒരു കൾച്ചർ അല്ലാഹുവിന്റെ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണ്, നമ്മുടെ സമൂഹത്തിലേക്ക് എത്തി, നമ്മുടെ കൺമുമ്പിലേക്ക് എത്തി. നമ്മൾ പറയുന്ന പോലെ എങ്ങനെ ഒരു വ്യക്തിക്ക് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും? അവന്റെ എക്സ്ട്രീം പ്രൈവസിയിൽ ഹറാമ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഹറാമുകൾ വളരെ അപ്രോച്ചബിൾ, ആരും അറിയില്ല. കണ്ണുകൊണ്ടുള്ള സിന, കാതുകൊണ്ടുള്ള സിന, മനസ്സുകൊണ്ടുള്ള സിന ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ നിസ്കാരമോ നോമ്പോ അല്ലാഹു വിലയിരുത്തുന്നില്ല. ഇദാ ഖലാ ബിമുഹറമിഹി ഇൻതഹക. ഹറാമിലേക്ക് എത്തിപ്പെടാനുള്ള ഒരവസരം അയാൾക്ക് നൽകപ്പെട്ടാൽ ഹറാം അയാൾ ചെയ്തിരിക്കും എന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഇബാദത്ത് ലം യഅബഇല്ലാഹു ബിഅമലിഹി, അവന്റെ അമൽ അല്ലാഹു കണക്കിലെടുക്കുന്നേ ഇല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിചാരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങനൊരു അവസരം ഉണ്ടാവാത്തത് കൊണ്ട് സംഭവിച്ചിട്ടില്ല. അവസരം ഉണ്ടായാൽ അങ്ങനെ നടക്കുമെങ്കിൽ ഈ ചെയ്യുന്ന ഇബാദത്തൊന്നും അല്ലാഹു അരപ്പുല്ല് വകവെക്കുന്നില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസീമത്താണ്, അതാണ് ഈമാൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പഠിപ്പിച്ചത് അതിന്റെ പേരിലാണ്.
മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ശുദ്ധനാണെന്നും ബഹുമാനപ്പെട്ടവർ അള്ളാഹു നൽകിയ തസ്കിയത്തിന്റെ ഉടമസ്ഥനാണെന്നും പഠിപ്പിക്കുവാൻ അള്ളാഹു തആലാക്ക് ഒരൊറ്റ ആയത്ത് ചെലവഴിച്ചാൽ മതി. 10ലേറെ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ ഭാര്യയുമായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് സിന സംഭവിച്ചു എന്ന അപവാദം പറഞ്ഞു വരുത്തിയതിന്റെ പേരിൽ ആ ചരിത്രം പോലും അള്ളാഹ് പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അറിയാനാണ്? അത് ഫിലിസ്തീനത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞിൽ കിട്ടൂല. അത് ഒരാളുടെ അത് അള്ളാഹുവിന്റെ കലാം പറഞ്ഞെന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. എത്ര ആയത്തുകളാണ് അല്ലാഹു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച്, അതും ആരാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള, ഏറ്റവും മോസ്റ്റ് ഹാൻസം റസൂലുള്ളാഹി തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സൗന്ദര്യമുള്ള മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമാണ്. അങ്ങനത്തെ ഒരാൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മനുഷ്യന് അല്ലാഹു തആല സൗന്ദര്യം കൊടുത്താൽ, ശരീരത്തിന്റെ സൗന്ദര്യം കൊടുത്താൽ, തൊലിക്ക് നിറം കൊടുത്താൽ, അല്ലെങ്കിൽ മുഖത്തിന് സൗന്ദര്യം കൊടുത്താൽ, ഈ സൗന്ദര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹറാം ചെയ്യാൻ വേണ്ടി, അല്ലാഹു തആല നിഷിദ്ധമാക്കിയതിനെ അടുത്തെടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾക്കുള്ള വളരെ കർക്കശമായ താക്കീതല്ലയോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലേ? സുലൈഖ എന്ന് പറയുന്ന പെണ്ണാണെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു. ഇംറഅത്തുൽ അസീസിനെ ഖുർആൻ പറഞ്ഞത് അസീസിന്റെ ഭാര്യ. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞുവല്ലോ, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണെന്ന് തെളിയിക്കണം അവിടെ. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഇവിടെ വസ്ത്രം കീറിയിട്ടുണ്ടല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രം. ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രത്തിന്റെ മുൻഭാഗമാണ് കീറപ്പെട്ടത് എങ്കിൽ അത് സുലൈഖ എന്നവൾ, അതായത് അസീസിന്റെ ഭാര്യ, അസീസ് എന്ന അവിടുത്തെ ഭരണാധികാരിയുടെ ഭാര്യ യൂസുഫ് നബിയെ പിടിച്ചു വലിച്ചതാണ്. അവളാണ് കുറ്റക്കാരി. കാരണം മുമ്പിലാണല്ലോ പിടുത്തം. അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് പിറകിലാണ് കീറപ്പെട്ടത് എങ്കിൽ അത് രക്ഷപ്പെടുന്ന യൂസുഫ് നബിയെ പിടിച്ചു വെച്ചതാണ്. അവിടെയാണെങ്കിൽ ഇവളാണ് കുറ്റക്കാരി, യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധി. മുൻപിലാണെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാം കുറ്റക്കാരനാകും. കാരണം അത് മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന മൽപ്പിടുത്തമാണ്. അവിടെ യൂസുഫ് നബി. പിന്നിലാണെങ്കിലോ കീറിയത് യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയും. നോക്കുമ്പോ കീറിയത് പിറകുവശത്താണ്. അസീസ് എന്നവർക്ക് മനസ്സിലായി, തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്താവതല്ലോ, ഇത് അപമാനമായി ഭവിക്കുമല്ലോ. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം സിജ്നിലേക്ക് പോയത്. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഉനനി ഇലൈഹി. പടച്ചോനെ, എന്താണ് ആ പ്രയോഗം? അല്ലാഹുവേ, വ്യഭിചാരം ചെയ്യാനാണ് ഈ പെണ്ണെന്നോട് പറയുന്നത് അല്ലേ? അവൾ വാതിലടച്ചു, കൊട്ടാരത്തിലാണ്. ഇതൊക്കെ ഈ ഫാക്ടേഴ്സ് മുഴുവൻ കണക്കൂട്ടണം. അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ്. വ്യഭിചാരത്തിൽ നിന്നൊരു അവസ്ഥ കിട്ടിയിട്ട്, അവസരമുണ്ടായിട്ട്, ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു പെണ്ണേ എന്ന് പറഞ്ഞ് ദഅതുഹു ദാതു മൻസിബിൻ വ ജമാൽ, നല്ല സൗന്ദര്യമുണ്ട്, നല്ല തറവാടുണ്ട്, ഏതെങ്കിലും വേശ്യയല്ല, തറവാടുത്തമുള്ള ഒരു പെണ്ണ്, ഭംഗിയുള്ളവൾ. അങ്ങനത്തെ ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു പെണ്ണേ എന്ന് പറഞ്ഞ് ആ പുരുഷനെങ്ങാനും പിന്മാറിയാൽ, അല്ലെങ്കിൽ ഈ വക ഗുണങ്ങളുള്ള ഒരു പുരുഷൻ പെണ്ണിനെ വിളിച്ചപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് ഇന്നി അഖാഫുല്ലാഹ്, അങ്ങനത്തെ എത്രയോ പെൺകുട്ടികളുടെ ചരിത്രം അല്ലാഹുവിന്റെ ദീനിലുണ്ടായിട്ടുണ്ട് അല്ലേ? തന്നെ വ്യഭിചരിക്കാൻ വന്നപ്പോ അമ്മ അവന്റെ മകനോട് ഇത്തഖില്ലാഹ് വലാ തഖുൽ ഖാതമ ഇല്ലാ ബിഹഖി, നീ ഇത് ചെയ്യല്ലേ പറഞ്ഞില്ലേ അല്ലാഹു തആല? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹയിൽ അകപ്പെട്ട് രക്ഷപ്പെട്ട 3 ആളുകളുടെ ചരിത്രം പറഞ്ഞപ്പോ അതിൽ ഒന്നെന്താ? അമ്മാവന്റെ മകൻ ദാരിദ്ര്യമുള്ളൊരു പെണ്ണിനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവളെ വ്യഭിചാരത്തിലേക്ക് വിളിക്കുന്നു. അവൾക്ക് കാശ് വേണം, ദാരിദ്ര്യമുള്ള സമയമാണ്.
വിധേയമാണ്. പൈസ കൊടുക്കുന്നു, കാശ് കൊടുത്താൽ ഒരു വിധേയത്വമായല്ലോ, അതിന്റെ പേരിൽ ചൂഷണമാകാമെന്ന് ഇയാൾ വിചാരിച്ചു. കാശ് വാങ്ങി ഇവളെ സഹായിച്ചതാണ്. പക്ഷേ അതിന്റെ പേരിൽ ഇവളുടെ ശരീരം ഹറാമിന് ഉപയോഗിക്കാൻ ഇരുന്നപ്പോഴാണ്, അവരുടെ ശരീരവുമായി ചേരാനിരിക്കുമ്പോഴാണ് യാ അബ്ദല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ സഹോദരന്റെ ദാസനെ, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ പേടിക്ക്, ഞാൻ ചാരിത്ര്യമുള്ള ഒരു പെണ്ണാണ്. വലാ തഖുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹാ, ഇവിടെ എന്റെ ചാരിത്രം അർഹതയില്ലാതെ നീ ഇതിനെ ഹനിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ് പോയൊരു ചെറുപ്പക്കാരൻ. അല്ലേ നമുക്ക് മാതൃക? അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദീനിൽ.